ഞാൻ പടത്തിനെ പറ്റിയിട്ട് സംശയം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ഈ പടത്തിനെ പറ്റിയിട്ട് വിനയ ആദ്യമായിട്ട് ഫഫാനെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, സത്യം പറയണം. അപ്പം ഞാൻ എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു രൂപം, വിനയ് ഫോർട്ട് ഒരു സംശയരോഗിയായിട്ട് തളത്തിൽ ദിനേശൻ 2.0 ആയിട്ടായിരിക്കും വരിക. വിനയ് ഫോർട്ടിനെ ഗംഭീരമായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളതായിരിക്കും ഭാര്യയെ സംശയിക്കുന്ന, ആളുകളെ സംശയിക്കുന്ന തളത്തിൽ ദിനേശൻ്റെ ഒരു രണ്ടാം പതിപ്പായിരിക്കും വിനയ് ഫോർട്ടിലൂടെ വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സംശയത്തെ പറ്റിയിട്ടുള്ളത്. ആ സംശയത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഒരു സാധ്യതയില്ല. ഒരു സാധ്യത. ഈ സംശയം എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് എനിക്ക് മനസ്സുകൊണ്ടിട്ട് ഹൃദയത്തോട് അടുത്തിരിക്കുന്ന സിനിമകൾ എന്ന് പറയുന്ന സിനിമകളിൽപ്പെട്ട ഒരു സിനിമയാണ്. ഒന്നും പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ സിനിമയിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഘടകം ഇതിന്റെ എഴുത്താണ്. ഒരു നടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലക്ഷറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗംഭീര തിരക്കഥയാണ്. ഇത് രാജേഷ് രവിയും സനു എന്ന് പറഞ്ഞ രണ്ടുപേരും ചേർന്ന് എഴുതി രാജേഷ് ഡയറക്റ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സ്ക്രീൻ റൈറ്റേഴ്സിൽ പെടുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. ഈ പ്രഡിക്റ്റബിലിറ്റി ബ്രേക്ക് ചെയ്യുന്നതാണ്. ഈ ഭാര്യനെ സംശയം എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല ഈ സിനിമ. ഇതെന്താണ് സംശയം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എക്സ്ക്ലൂസിവിറ്റി പോകുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭാര്യനെ എനിക്ക് സംശയമില്ല. അതുമാത്രമല്ല, ഇത്ര ഡെപ്തുള്ള ഒരു ഭാര്യയും ഭർത്താവും അവതരിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ലിജോ മോളുമാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കോ ആക്ടേഴ്സിൽ പെടുന്ന ഒരാളാണ് ലിജോ. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര, അതായത് എന്ത് വിഷയം ഉണ്ടായാലും ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാര്യയും ഭയങ്കര സ്നേഹമുള്ള ഒരു കപ്പിൾസാണ് ഇവര്. അപ്പോൾ ഇവരുടെ സംശയമല്ല സംശയം ഒരു വേറെ. രാജേഷിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നല്ല സാഹിത്യകാരന്മാരുടെ തിരക്കഥയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആഴം ഉണ്ടാവും തിരക്കഥക്ക്. ഭയങ്കര ആഴം ഉണ്ടാവും. ചില ആളുകളിൽ ഭയങ്കര ഡെപ്ത് കൂടിയിട്ട് എവിടെയോ സിംപ്ലിസിറ്റി മിസ്സാവും. പക്ഷെ നമുക്കത് ഭയങ്കര ഹൈ ആണ്. ഭയങ്കര ഡെപ്തുള്ളൊരു സ്ക്രീൻ പ്ലേ. ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ മുതൽ നമുക്ക് ആ ക്യാരക്ടർ പോകുന്ന കാണുമ്പോൾ അയാൾ ആദ്യം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ ബാക്ക് സ്റ്റോറി കിട്ടും. ഈ രാജേഷിന്റെ ഒരു ബ്ലെൻഡാണ്. രാജേഷ് സനു ഇവരൊരു നല്ല ഡെപ്തുള്ള സ്ക്രീൻ പ്ലേ ആണ്. പക്ഷെ അത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പൊ എന്റെ 7 വയസ്സുള്ള കൊച്ചിനായി കഴിഞ്ഞാലും അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ആഴമുണ്ട്. വളരെ ബന്ധങ്ങളൊക്കെ ഭയങ്കര ശക്തമായിട്ട് ഡെപ്തോടുകൂടി ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും. ഈ സിനിമ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ഡോക്ടർ, എന്താ ഈ ആളുകളെ സംശയം? ഞാൻ ആദ്യം പറഞ്ഞത് ഫിയർ എപ്പോഴും ഉണ്ടാവും. ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഫാമിലിയിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു സംശയം ഉണ്ടാകാം. ഹസ്ബൻഡ് വൈഫോടെ റിലേഷനിലൊരു സംശയം ഉണ്ടാകാം. ഫ്രണ്ട്സിന് സംശയം ഉണ്ടാകാം. പലർക്കും പല രീതിയിലാണ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് ഒന്നിലൊരു അസോസിയേറ്റ് മെമ്മറി എന്ന് പറയും. പണ്ട് എന്തെങ്കിലും ഇതിനോട് സാമ്യമുള്ള എന്തെങ്കിലും സംഭവം ഒരു ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാണുന്ന വ്യക്തികൾ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് സംശയം വരും. ഇപ്പൊ ഈ സിനിമാക്കാരുടെ മൊറാലിറ്റിനെ പറ്റിയിട്ട് ആളുകൾക്ക് സംശയം ഉണ്ടാവും എപ്പോഴും. അത് സ്വാഭാവികമായിട്ടും അത് പുറത്തേക്ക് കാണിക്കുന്നത് അങ്ങനെയാണല്ലോ. അതായത് വിഷ്വലില് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുന്ന സംഭവം സിനിമയിലുള്ള വ്യക്തി, അതായത് ഇപ്പം വെള്ളിത്തിരി നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ആളുകളാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അവരുടെ വിഷ്വലിൽ കിട്ടുന്ന സംഭവം. ഇതായിരിക്കും ഇവരുടെ സംശയം ഉണ്ടാക്കുന്ന സംഭവം. ഇപ്പം എനിക്കും സംശയം ഉണ്ടാകാം. ഇപ്പോൾ ഓരോരുത്തർക്കും ഇപ്പോൾ വീട്ടിലാക്കുന്ന സംശയം ഉണ്ടാകാം. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു സംഭവമാണെങ്കിലും ഇപ്പോൾ ഇവർ നിൽക്കുന്ന സമയത്ത് കൂടുതലും സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾക്കാരും കൂടുതലും സംശയം ഇതിനകത്തുണ്ടാകാം. അപ്പോൾ അത് പബ്ലിക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് അതായതുകൊണ്ടാണ്. അപ്പോൾ ഒരു അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തോട്ട് ഇവിടെ മനസ്സിലുണ്ട്, ഇങ്ങനെയാണ്. അപ്പോൾ ജനറലൈസ് ചെയ്ത് കളയും. അതാണ് സംശയം രൂപീകരിക്കുന്നതിൻ്റെ കാരണം തന്നെ. പിന്നെ സിനിമാക്കാരുടെ മൊറാലിറ്റിനെ കുറിച്ച് ആരും സംശയിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ വിഷയങ്ങളും സിനിമയിൽ മാത്രമേ ഉള്ളൂ. നമ്മളെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ മദ്യം, മയക്കുമരുന്ന് പ്രശ്നങ്ങൾ മുഴുവൻ, വയലൻസ് പ്രശ്നങ്ങൾ മുഴുവൻ, ഇതൊന്നും സിനിമയിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം സിനിമയിൽ ഉണ്ടാകാം. ഞാൻ കള്ളുകുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, എന്റെ ചോയ്സ്. അത് വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അത് എന്റെ സെൽഫ് ചോയ്സ് ആണ്. അത് ഇപ്പോ ഈ സിനിമയുണ്ടല്ലോ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വേറൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. എന്റെ പവർ ഉപയോഗിച്ച് ഞാൻ വിഷ്ണുവിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോ നമ്മൾ കറക്റ്റായിട്ട് മറ്റേ ഷൂട്ടിങ്ങിന് വരുന്നു, നിങ്ങൾ തൊഴിലിടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഒരു സിനിമാക്കാരൻ, ഒരു ആക്ടർ എന്ന് പറയുന്നത് അവന്റെ പ്രൊഫഷണൽ ലൈഫ് വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. അയാൾ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അയാളുടെ പെർഫോമൻസ് എന്താണ്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര വിലപിടിപ്പുള്ള സമയമാണ്. നമുക്കൊരു ദിവസം
5 ലക്ഷം രൂപ മുതൽ ചെലവുണ്ട് ഒരു ദിവസം. അപ്പോൾ ഒരാൾ 10 മിനിറ്റ് വൈകി വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കും. അത് ബാധിക്കാത്തടത്തോളം ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ ആക്ടർ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കേണ്ട വിഷയമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടായിട്ട് നോക്കി കാണുക. അയാളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കടന്നു ചെല്ലാതിരിക്കുക. ഈ പറയുന്ന പരിപാടികളൊന്നും ഇല്ലാത്തൊരു ഇൻഡസ്ട്രി പറയാമോ? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി? കറക്റ്റാണ്. അപ്പൊ ഇത് സിനിമയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല കേട്ടോ. സിനിമയിൽ ശരിക്കും സിനിമ കുറച്ചുകൂടെ പബ്ലിക്കലി ഒരുപാട് നല്ല കാര്യങ്ങൾ സിനിമ, ഇപ്പൊ മദ്യപാനത്തിന്റെ സീക്വൻസ് ആകണമെങ്കിലും ബാക്കി എല്ലാ സീക്വൻസും സിനിമയിലൂടെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടെന്ന് വ്യക്തമായി ഇപ്പോ. ശരിയല്ലേ? സിനിമയിലൂടെയാണ് ശരിക്കും കണ്ടത്. അപ്പൊ അത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ പ്രശ്നം അത് സിനിമ ഇങ്ങനെയാണെന്ന് പ്രശ്നം. കറക്റ്റാണ്. ഇന്നാള് മദ്യം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇന്നാള് സ്വഭാവം ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മുഖങ്ങൾ സിനിമയിലുണ്ട്. പക്ഷെ നമ്മളത് മാറി നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇൻഡസ്ട്രി പറയാം, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി നമ്മൾ പറയുന്ന പലപ്പോഴും ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിൽ കൂടി നടക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾക്ക് മുഖങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ആളത് ചെയ്തു എന്ന് പറയുന്നതിന്റെ അടുത്തേക്ക് നമ്മള് ഇപ്പൊ ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാണ്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയുന്നത് എൻ്റെ ലൈഫിന്റെ ചോയ്സ് ആണത്. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് അത് നിങ്ങൾക്കോ വിഷ്ണുവിനോ വേറൊരാളെ ബാധിക്കരുത് എന്നുള്ള മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് ഒരാൾക്കൊരു പ്രൈവസി ഉണ്ട്. അയാള് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഇല്ലീഗലായിട്ടുള്ള പരിപാടികളെ കുറിച്ചിട്ടല്ല കേട്ടോ. ഇല്ലീഗലായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു വസ്തു ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാര്യം നമ്മൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ ജീവിക്കാന്ന് ഇവിടുത്തെ നിയമം പറയുന്ന കാര്യങ്ങൾ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതല്ലാത്ത വിഷയങ്ങളില്ലേ അത് മാറ്റി നിർത്തുക എന്ന് പറയുന്ന, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരാളെന്നുള്ള തരത്തിൽ നമുക്ക് ഇപ്പൊ ആക്ടിങ്ങിന്റെ ആയാലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള പരിപാടി നിങ്ങൾ ജനറലൈസ് ചെയ്യരുതൊന്നും നല്ലതാണ്. ഇപ്പൊ ഇന്റർവ്യൂവേഴ്സ് എനിക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. വിഷ്ണു വേറൊരു തരത്തില്, മറ്റേ വേറൊരാൾ വേറൊരു തരത്തില്. നമ്മളൊക്കെ ഇതുപോലെയാണ് ശരിക്കും. നമ്മുടെ തമ്പ് ഇംപ്രഷൻ പോലത്തെ ആളുകൾ, നമ്മൾ യുണീക്കാണ്, നമ്മൾ ചിന്തിക്കുന്ന പല തരത്തിലാണ്. അപ്പൊ ഈ കാറ്റഗറൈസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര തെറ്റാണ്. അപ്പൊ സിനിമാക്കാരെന്ന് പറയുന്ന ഒരു അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ഫ്ലാറ്റ് കിട്ടില്ല നിങ്ങൾക്ക്, സത്യം ശരിയാ. ഇപ്പൊ ഭാര്യയും കുട്ടിയായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എൻ്റെ കുട്ടിയുടെ സ്കൂളിന്റെ അടുത്തൊരു ഞാൻ ഫോട്ടോ കൊച്ചിക്കാരനാണ്, എൻ്റെ വീട് ഫോട്ടോ കൊച്ചിയിലാണ്. പക്ഷെ ഈ യാത്ര ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫ്ലാറ്റ് അന്വേഷിക്കുമ്പോൾ ആരെങ്കിലും റെക്കമെൻഡേഷൻ വേണം, സിനിമാക്കാരനായതുകൊണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി മലയാളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ഈ തൊഴിലെടുക്കുന്ന ആളുകൾ പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ ആളുകളും ഡിഫറെന്റ് ആണ്. നമ്മളൊക്കെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ആളുകളാണ്. ഇതാണ് ശരിക്കും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സംഭവം. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നു, ഇപ്പൊ വിഷ്ണുവിനാണെങ്കിൽ കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് സിനിമാക്കാർ അല്ലെങ്കിൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അതെന്തുകൊണ്ടാണെന്നറിയോ വിഷ്ണുവിന് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ വിഷ്ണുവിന് എന്നെ പേഴ്സണലി അറിയാം അല്ലേ? എന്നെ കുറിച്ച് വേറൊരു പരിപാടി പറയുന്ന ഒരാൾ എന്നെ അറിഞ്ഞൂടാത്ത ഒരാളായിരിക്കും. നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ലക്കിലി അത് വായിക്കാറില്ല, കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവർക്ക് ആർക്കും ഒരു ഐഡിയ കൂടി ശരിയായിരിക്കില്ല. കൂട്ടുകാരടാ അതിനെ കുറിച്ച് പറഞ്ഞേട്ടാന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അതായത് എന്തൊക്കെയോ കൊണ്ടിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ കമന്റായിട്ട് മറ്റേ പറയുന്ന പോലെ അട്ടിച്ചങ്ങടെ ഏൽപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഒരു സ്വകാര്യത എന്ന് പറഞ്ഞ പരിപാടിക്ക് ഒരു അർത്ഥമില്ലാണ്ടാവും പലപ്പോഴും. അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ സിദ്ദിഖ് എന്നുള്ള വലിയ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ വോക്കിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആവേണ്ടിയിരുന്നുള്ളൂ. ഗോഡ് ഫാദർ പോലെ മലയാളത്തിൽ ഏറ്റവും അധികം ഓടിയ സിനിമ, ഐക്കോണിക് ഫിലിം മേക്കർ. അദ്ദേഹത്തിന് തന്നെ ഒരു ലെഗസി ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിന് വളരെ സംശയങ്ങളുണ്ടായിരുന്നു. അതായത് വാതിൽ പൂട്ടിയോ, ഗ്യാസ് അടച്ചോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ആൾ ഫസ്റ്റ് ഡേ നോക്കാത്ത ദൂരത്ത് കണ്ണുനട്ട് എൻ്റെ ഷൂട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുള്ളി അതുവരെ ഒരു പ്യൂണായിരുന്നു ഒരു സ്ഥലത്ത്. അവിടേക്ക് പോകാൻ നിൽക്കുക പെട്ടെന്ന്. ആളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോണ സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റെഗുലർ ജോലിക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ സ്വയം എപ്പോഴൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു ആൾക്ക്. പിന്നെ അത് ആൾ റെക്ടിഫൈ ചെയ്ത് വന്നു. അങ്ങനത്തെ സംശയങ്ങൾ എവിടുന്നാ വരുന്നത്? അത് ക്ലിനിക്കൽ സൈഡിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് അമ്മയുടെ ഉദരത്തിലെ 3-ാമത്തെ ആഴ്ച തൊട്ട് ആ വൂമ്പായിരിക്കുന്ന സമയത്ത് തൊട്ട് തന്നെ ഇതിൻ്റെ ന്യൂറോൺ പ്ലേറ്റുകൾ ഡെവലപ്പ് ആകാൻ തുടങ്ങും ഈ കുഞ്ഞിൻ്റെ. അപ്പോൾ അതിന് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതും അമ്മയുടെ ഇമോഷൻ അടക്കം ഇതിനുള്ളിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് ചില സമയത്ത് പ്രഗ്നൻസി അയക്കുന്ന സമയത്ത് അമ്മമാർക്ക് കൂടുതൽ പേടിയായിരിക്കും. അപ്പോൾ ആരെങ്കിലും വരുമോ, ചില പണ്ടത്തെ ചില ചിന്തകൾ പറഞ്ഞു കൊടുക്കില്ല, മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കൊടുക്കും, രാത്രി ഇറങ്ങരുത്, ഇറയത്ത് പോയി ഇരിക്കരുത്, അവിടെ ഇരിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അമ്മമാർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ലോക്ക് ചെയ്യും. ചിലപ്പോൾ കട്ടിൻ്റെ അടിയിൽ ആരെല്ലാം ഉണ്ടോ നോക്കുകയും ചെയ്യും. ചിലപ്പോൾ ഡോറ് 2 തവണ നോക്കും. പിന്നെ ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റവ് അത് എന്തൊക്കെയായിട്ട് അത്
അങ്ങനെ സ്വാഭാവികമായിട്ട് അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇവിടെ മനസ്സിലേക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഈ കുഞ്ഞിലേക്കും കിട്ടും, അമ്മമാർ ചെയ്യുന്ന കുഞ്ഞിലേക്കും കിട്ടും. ഇത് 7 വയസ്സ് വരെ ആ കുഞ്ഞിനറിയില്ല, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ടാവില്ല, ആ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ 7 വയസ്സ് വരെ എന്ത് കിട്ടുന്നോ അത് ബ്രെയിനിൽ ഫീഡ് ചെയ്യും. അത് ഉപബോധം മനസ്സിലേക്ക് വരും, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. ഇത് പിന്നീട് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇവർ പോലും അറിയാതെ ഒരു ട്രിഗർ ഇൻസിഡൻറ്റ് ഇതിനോട് സാമ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ. അത് ഫ്രം ദ ബർത്ത് ഇറ്റ് സെൽഫ്, ഫ്രം ദ വൂംബ് ഇറ്റ് സെൽഫ് എന്ന് പറയാം. ഇവനൊക്കെ അങ്ങനെ സംശയങ്ങളുള്ള ആരെങ്കിലും അറിയോ? നമുക്കില്ലേ? എനിക്കുണ്ട്, സംശയമുണ്ട്. ഈ സാധനമൊക്കെ ഇല്ലേ? ഒരുപക്ഷെ അതിന്റെ ഒരു എല്ലാത്തിന്റെയും ഒരു വ്യാപ്തി ഉണ്ടല്ലോ, ഡെൻസിറ്റി. എനിക്ക് കുഴപ്പമുണ്ട്. ഞാനിപ്പോ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് തിരികെ അപ്പോ എപ്പോഴും ഞാൻ ഒരു ദിവസം ഗ്യാസ് അടച്ചില്ല, അടക്കി ഓപ്പോസിറ്റ് സൈഡിൽ എന്തോ അടച്ചു. നമ്മൾ സ്ഥിരം ഗ്യാസ് ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട്. അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞു ഗ്യാസ് അടച്ചിട്ടില്ല, മണം നമ്മൾ മരിച്ചു കൂട്ടാന്നൊക്കെ പറഞ്ഞോട്. അപ്പൊ ഞാൻ ശരി ഓക്കെ. പിന്നെ എപ്പോഴും ചായ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ പോകും, വെക്കും, ഞാൻ രണ്ടാമത് വന്നിട്ട് നോക്കും. അങ്ങനെ നമ്മൾ ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു എന്ന് എനിക്കറിയാം, ഞാൻ വീണ്ടും പോയിട്ട് ലൈറ്റ് നോക്കും. ഒരു തവണ ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, 2-3 തവണ ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴാണ് അത് സംശയം എന്ന രീതിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും മറ്റേ നമ്മളൊരു കോഷ്യസ് ആവുക. ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു പേടി ക്രിയേറ്റ് ചെയ്തില്ല, ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ ഗ്യാസാണ് ബേൺ ആവും, അപ്പോൾ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പോയി ഓഫ് ചെയ്യും. വീണ്ടും 3-4 തവണ പോയി ചെക്ക് ചെയ്യുമ്പോൾ അത് സംശയം എന്ന രീതിയിലേക്ക് മാറും. അതൊരു ക്ലിനിക്കൽ സൈഡിലേക്ക് പോകുന്ന കാര്യമാണ്.